ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിന്റെ വ്യാപാരോത്സവം 2025 പ്രതിമാസ നറുക്കെടുപ്പും ജില്ലാ ആശ്രയ പദ്ധതിയിലെ മരണാനന്തര ധനസഹായ വിതരണവും ചെറുപുഴയിൽ വെച്ച് നടന്നു. ആശ്രയ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട ചെറുപുഴ മേഖലയിലെ 3 അംഗങ്ങളുടെ അവകാശികൾക്ക് 10 ലക്ഷം രൂപ വീതമാണ് ധനസഹായം നൽകിയത്. പി സന്തോഷ് കുമാർ MP ധനസഹായ വിതരണം നിർവഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ ജില്ലാ ക്ഷേമനിധി ധനസഹായ വിതരണവും ചെയ്തു. ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി ATV രാജേഷ് സ്വാഗതം പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് J സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. വ്യാപാരോത്സവം 2025 പ്രതിമാസ നറുക്കെടുപ്പ് നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗം KD പ്രവീൺ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ NV കുഞ്ഞിരാമൻ, റോയ് ജോസ്, ജോൺസൺ പറമുണ്ടയിൽ, TV സുജിത്ത്, വിപിൻ P, റെജി ജോൺ, ജിൻഡോ ജോയ്, ബിന്ദു ജേക്കബ്, ചെറുപുഴ JMUP സ്കൂൾ മാനേജർ KK വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ജോൺസൺ C പടിഞ്ഞാത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് മധുലാൽ കൊയിലാണ്ടിയുടെ സൗണ്ട് മാജിക് ഷോയും പ്രാദേശിക കലാകാരന്മാരുടെ കരോക്കെ ഗാനമേളയും നടന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നുള്ളത്. മലയാളികളുടെ ഒരു പ്രത്യേകത, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും അവർ സംഘടന ഉണ്ടാക്കും എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ സംഘടനകൾ ഉണ്ടാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗമാണ് മലയാളികൾ എന്ന കാര്യത്തിൽ ഒരു സംശയത്തിനും നമുക്ക് അവകാശമില്ല. ഗൾഫ് നാടുകളിൽ നമ്മൾ പോയാൽ ഓരോ പ്രദേശവും കേന്ദ്രീകരിച്ച സംഘടനകൾ തന്നെ മലയാളികളുടെ പൊതുസംഘടനകൾക്ക് പുറമെ നമുക്ക് കാണാൻ സാധിക്കും. മലയാളികളെ കുറിച്ചുള്ള ഒരു നിരീക്ഷണം തന്നെ നമുക്ക് ആരുടെയെങ്കിലും അങ്ങനെ നിൽക്കാനൊക്കെയുള്ള ചില പ്രയാസങ്ങളാണ്. അഭിമാനബോധം വളരെ കൂടുതലുള്ള ഒരു ജനതയാണ്. സ്വാഭാവികമായും അതിൻ്റെ ഒരു ബഹിസ്ഫുരണം കണക്കെയാണ് എവിടെയും നമ്മുടെ സംഘടനകൾ ഉണ്ടാക്കുകയും ആ പ്രവർത്തനങ്ങളൊക്കെയായി മുന്നോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിനകത്തും പ്രവർത്തിക്കുന്ന മലയാളികളുടെ നൂറുകണക്കായ പ്രസ്ഥാനങ്ങളെ, സംഘടനകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി വളരെ അഭിമാനകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് കാണാൻ സാധിക്കും. കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിലും കേരളത്തിൻ്റെ കച്ചവട മേഖലയിലുമെല്ലാം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ പോലെ ഇതിനേറെ ഇഴുകിച്ചേർന്നിട്ടുള്ള ഒരു സംഘടനയില്ല എന്നത് അവൻ്റെ പ്രസക്തിയാണ് കാണിക്കുന്നത്. ഈ മേഖലയിലുള്ള മഹാഭൂരിപക്ഷം വ്യാപാരികളും വ്യവസായികളും അണിനിരന്നിട്ടുള്ള ഒരു സംഘടന കൂടിയാണ് ഈ ഏകോപന സമിതി എന്ന് പറയുന്നത്. അതിൻ്റെ പല മുൻകാല നേതാക്കന്മാരും ഞങ്ങൾ വിദ്യാർത്ഥി നേതാക്കന്മാരായിരുന്ന ഘട്ടത്തിലൊക്കെ അവരുടെ പ്രസംഗമൊക്കെ കേൾക്കാൻ പോയിട്ടുള്ളതാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവിടെ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചൊക്കെ തമാശയായിട്ടൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ, നസറുദ്ദീൻ്റെ പ്രസംഗമൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഏറ്റവും പിൻബഞ്ചിലിരുന്നവർ നേതാക്കന്മാരായി, മുമ്പിലിരുന്ന് നന്നായി പഠിച്ച് ഞങ്ങളൊക്കെ കച്ചവടക്കാർ, അങ്ങനെ വളരെ ശ്രദ്ധേയങ്ങളായ കുറേ നിരീക്ഷണങ്ങളൊക്കെ ആയിരുന്നു. വളരെ അഭിമാനകരമായ രീതിയിൽ ആ സംഘടന ഈ രംഗത്തെ ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നു, പ്രവർത്തിച്ചു പോകുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നേതാക്കന്മാരുമായിട്ടൊക്കെ അവർക്ക് ചിലപ്പോൾ തർക്കങ്ങൾ ഉണ്ടാവാം, ചില കാര്യങ്ങളിലൊക്കെ വിയോജിപ്പൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു സംഘടന എന്നുള്ള നിലയിൽ ആ മേഖലയിലെ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വളരെ ഗംഭീരമായി നിൽക്കുന്നു എന്ന് പറയുന്നത്, കേരളത്തിലാകെ നിങ്ങൾക്ക് നല്ല സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ചെറുപുഴ യൂണിറ്റ് നടന്ന ഇത്തരം ഈ പ്രശംസനീയമായ പ്രവർത്തനം കണ്ണൂർ ജില്ലയ്ക്ക് മാത്രമല്ല സംസ്ഥാനത്തിന് തന്നെ മാതൃകാപരമായ പ്രവർത്തനത്തിനാണ് ശ്രീ സെബാസ്റ്റ്യന്റെയും മറ്റു ഭാരവാഹികളുടെ നേതൃത്വം നടത്തുന്നതെന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രത്യേകം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകൾ ഞാൻ ഈ അവസരം അർപ്പിക്കുകയാണ്. ഇത്തരമൊരു പരിപാടി സമിതി ഒരുപാട് പ്രയാസമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, സംഘാടക സമിതിയിലേക്ക് പ്രസിഡന്റ് വന്നപ്പോൾ കാറ് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. പൂ ചോദിക്കുമ്പോൾ പൂന്തോട്ടം നൽകുന്നവർ അല്ലേ, ഇങ്ങനെ ഒരു പറഞ്ഞില്ലേ, പൂ ചോദിച്ചാൽ
പൂന്തോട്ടം നൽകുമെന്ന് പറയുന്ന ഒരു പ്രസിഡന്റാണ് നിങ്ങൾക്കുള്ളത്. സമ്മാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മൂപ്പർ പറഞ്ഞ ഒരു കാർ തന്നെ കൊടുക്കണം. സത്യത്തിൽ ഞങ്ങൾക്കൊക്കെ വലിയൊരു സന്ദേശം നൽകുന്നൊരു നേതാവാണ് പ്രിയപ്പെട്ട ഞങ്ങൾ അധ്യക്ഷൻ. ഇവിടെ അദ്ദേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇത് അനുഭവത്തിൽ പലതും കാണുമ്പോഴാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത്. അപ്പം ഞാൻ ആ കാര്യത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെയുള്ള നേതാവിൻ്റെ കൂടെയുള്ള എനിക്കും അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റായി നിൽക്കാൻ കഴിയുന്നതിലും വളരെയധികം അഭിമാനമുണ്ട്. വളരെ നേരായ ദിശയിൽ, നേരായ സത്യസന്ധമായ പാതയിൽ കൂടി വിരൽ ചൂണ്ടിക്കൊണ്ട് ആ പാതയിൽ കൂടി സഞ്ചരിക്കാൻ മാർഗദർശിയായി മാറിയ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ജില്ലയുടെ ഒരു യൂണിറ്റാണ്. ആ യൂണിറ്റിൽ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. കഴിഞ്ഞ 50 വർഷക്കാലം ഈ മേഖലയായി ബന്ധപ്പെട്ട് ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. ജോലി ചെയ്ത് പൊതുമേഖലാ സ്ഥാപനത്തിലാണ് കൂടി. എൻ്റെ തൊഴിൽ കച്ചവടമായിരുന്നു. അതുകൊണ്ട് 1970 മുതൽ വ്യാപാരികളുമായി ഒത്തുനിന്നുകൊണ്ട് ജീവിച്ച ഒരാളാണ്. പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ, പ്രിയ നാട്ടുകാരെ, എന്തായാലും ചെറുപുഴ യൂണിറ്റ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച് അതിലേക്ക് എന്നെ വിളിച്ചതിനുള്ള നന്ദി ഞാൻ പ്രത്യേകമായിട്ട് യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളൊക്കെ മരണപ്പെട്ടാൽ അവർക്കെല്ലാം സഹായങ്ങൾ പല രീതിയിലും അവർക്കുള്ള ഇൻഷുറൻസ് കിട്ടും. പക്ഷേ ഒരു വ്യാപാരി വെച്ചാൽ അവനൊന്നുമില്ല, നേരത്തെ പറഞ്ഞൊരു കടം മാത്രമാണ് വെച്ചത്. അതിനെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരായ ജില്ലയുടെ അധ്യക്ഷൻ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.